കോളിഫ്ലവറും കൊണ്ട് ഇന്നൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. കോളിഫ്ലവറിന് ഞാൻ എന്താണെന്നറിയോ വീട്ടില് പറയാ? ഗോപിയേട്ടൻ. ഞാൻ ഗോപി 65 ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് തുടങ്ങാം അല്ലേ? ഇവനാണ് നമ്മുടെ ഹീറോ ഗോപിയേട്ടൻ. ഇത് പ്ലാൻ ചെയ്ത് വെച്ച കോളിഫ്ലവർ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം ഒരു ബൗളിൽ കോളിഫ്ലവർ ഇടണം. ഈ വലുപ്പത്തിൽ വേണം കോളിഫ്ലവർ. ഇത് അരിപ്പൊടിയാണ്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇടാം അരിപ്പൊടി. പിന്നെ കുറച്ച് സോൾട്ട് ഇടണം. നമ്മള് 1/2 സ്പൂൺ പെപ്പർ ഇടണം. നമ്മൾ now comes my favorite part. നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് 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 മിക്സ്. കണ്ടോ, ഇത് മിക്സ് ആയിട്ട്. അപ്പൊ നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറെ ബൗൾ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ഇടാം. ഇനി 1/4 കപ്പ് റൈസ് ഫ്ലോർ. ഹാഫ് ടീസ്പൂൺ ചില്ലി പൗഡർ. ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല. ഇത് ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ്. ഇതെന്റെ ഫേവറേറ്റ് ആണ്. ഇത് ഫൈനലി ചോപ്ഡ് ഗാർലിക് ആണ്. പിന്നെ 1 egg. ഇനി കുറച്ച് salt. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് ബാറ്റർ. ഞാൻ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഇടാൻ പോവാണ്. ഇത് കണ്ടോ, ഇതാണ് ഡ്രൈ കറി ലീവ്സ്. വീട്ടിൽ തന്നെ ഉണക്കി എടുത്തതാണ്. സൂപ്പർ ക്രഞ്ചി ആൻഡ് ക്രിസ്പി. ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? കറി ലീവ്സ് ഞാൻ ക്രഷ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ ഇടാണ്. The batter smells so good. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ പീസസ് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചൂട് എണ്ണയില് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായി എടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് കോളിഫ്ലവറിനെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ എനിക്ക് അമ്മയുടെ ഹെൽപ്പ് ആവശ്യമുണ്ടാവും ട്ടോ. എണ്ണ ചൂടായി. ഇനി നമുക്ക് ഡിപ്പ് ചെയ്ത കോളിഫ്ലവർ അതിന്റെ ഉള്ളിലേക്ക് ഇടാം.